ഇന്നത്തെ എൻ്റെ ലഞ്ച് റെസിപ്പി നോക്കാമേ. ഇന്ന് നല്ല നെത്തോലി കിട്ടിയായിരുന്നു. അപ്പം ഞങ്ങൾ അഞ്ചലൊക്കെ വെക്കുന്ന ഒരു സ്റ്റൈലിൽ നെത്തോലിത്തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. കടുകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ സവാള എടുക്കത്തില്ല, കൊച്ചുള്ളിയാണ് എടുക്കുന്നത്. കൊച്ചുള്ളി നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഈ കടുക് വറുത്തതിനകത്തെ കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കും. കൊച്ചുള്ളി ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇഞ്ചി കൊത്തി അരിഞ്ഞ് അതിനകത്തോട്ട് ഇടണം. ഒരു ചെറിയൊരു കഷ്ണം മതി. അത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രം ഒരു കഷ്ണം ഇഞ്ചി അതിനകത്തോട്ട് കൊത്തി അരിഞ്ഞിടും. വെളുത്തുള്ളി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്കതിൻ്റെ തോരൻ്റെ മിക്സ് അരയ്ക്കുമ്പോഴത്തേക്ക് മാത്രം മതി. അങ്ങനെ നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്ന നമുക്ക് നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ആ ആവിയിൽ ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കാമേ. അടച്ച് വെച്ചൊന്ന് വേവിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് ആ മീൻ വേവാനുള്ള ഒരു വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ആഡ് ചെയ്യണം. ഞാനത് വിട്ടുപോയതാണ്. ഒരു ചെറിയ കഷ്ണം പുളി, കുടംപുളിയെ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കുമ്പോൾ സാധാരണ തോരൻ അരയ്ക്കുന്ന കണക്ക് തന്നെയാണ്. വെളുത്തുള്ളി, മുളക്, കറിവേപ്പില, ജീരകം, മഞ്ഞൾപ്പൊടി. അതിൻ്റെ കൂടെ നമുക്കാണെങ്കിൽ കുറച്ച് കറി മസാലയും കൂടെ ആഡ് ചെയ്ത് നല്ലൊരു ഫ്ലേവർ കിട്ടുവേ. അത് എല്ലാവരും ചെയ്യത്തില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റാണ്. കുറച്ച് ഒരു 1/4 ടീസ്പൂൺ കറി മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണേ. അങ്ങനെ വെള്ളം തൊടാതെ അരച്ചെടുത്ത അരപ്പ് നമുക്കിതിലേക്ക് മിക്സ് ചെയ്യാം. വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റും കൂടെ അടച്ച് വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് നന്നായിട്ട് വെള്ളം വറ്റുന്ന അവിടം വരെ നോക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമ്മുടെ തോര സെറ്റായിട്ടുണ്ട്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് കറികളും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടി ഈ വീഡിയോയിൽ കാണിച്ചു തരാമേ. മുള്ളോടെ വെക്കുന്നെങ്കിൽ മീൻ ഒരുപാട് പൊടിഞ്ഞു പോകാതെ തന്നെ മിക്സ് ചെയ്തെടുക്കണേ. ഞാൻ മുള്ളോടെയാണ് വെച്ചത്. മുള്ള് ഊരിയിട്ട് വെക്കുന്നവരും ഉണ്ട്. അതാകുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ച് പയർ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ചെറിയൊരു വിഴുക്കുവരട്ടിയും കൂടെ വെക്കാമെന്ന്. ഇവിടെ എല്ലാം സ്മോൾ എമൗണ്ടിലാണ് വെക്കുന്നത്. കാരണം ഞങ്ങളിവിടെ ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ. അപ്പം കുറച്ച് മതി. അതുകൊണ്ടാണ് ഇത്ര എമൗണ്ടിൽ കാണിക്കുന്നത്. ഞാൻ പെട്ടെന്നൊരു വിഴുക്കുവരട്ടിയും കൂടെ അങ്ങ് തട്ടിക്കൂട്ടി. മീൻകറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡിൽ ഒരു മുട്ടയും കൂടെ വറുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്നൊരു മുട്ടയും കൂടെ വറുത്ത് വെച്ച് അങ്ങനെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. അങ്ങനെ ആഡംബരമൊന്നുമില്ല, സിമ്പിളായിട്ട് നമ്മളിവിടെ ലഞ്ച് കഴിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ വരാം. ബൈ.